ഭഗവതി, ദേവേട്ടനോ? ഇതെന്താ ഈ സമയത്ത്? ഇനി ഞാൻ ഒറ്റയ്ക്കുള്ളെന്നറിഞ്ഞ് വന്നതാണോ? അയ്യോ, അച്ഛനിപ്പോ എത്തും, കണ്ട പണിയാകുമല്ലോ. അവൾ നെഞ്ചിൽ കൈവച്ച് ഒന്ന് നിശ്വസിച്ചിട്ട് വേഗം വാതിൽ തുറന്നിറങ്ങി. അവൻ എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞു വിടണം എന്ന് വിചാരിച്ചെങ്കിലും പ്രതീക്ഷകൾക്ക് വിപരീതമായി അതൊരു വാക്ക് തർക്കത്തിലേക്ക് എത്തിയിരുന്നു. ദേവൻ പോയത് നവി നിറഞ്ഞ കണ്ണുകൾ തുഴച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അവന്റെ കയ്യിൽ കിടന്ന് വേദനിച്ച തന്റെ കൈയെന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. ദേവൻ അമലിനെ പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതുടനെ തന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ പുസ്തകമെടുത്ത് വായിച്ചു. വീണ്ടും ഒരു കോളിംഗ് ബെൽ കേട്ടതും അവൾ ദേവൻ തന്നെ ആയിരിക്കുമെന്ന് ആലോചിച്ച് പോയി നോക്കി. കട്ട മാറ്റി നോക്കിയപ്പോൾ അച്ഛനാണെന്ന് കണ്ടതും അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു. അച്ഛാ, എന്താ വൈകിയത്? ഞാൻ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ട്രെയിൻ ലേറ്റായിരുന്നു മോളെ, ഫോണിൽ ചാർജും തീർന്നു, അതാ. അവൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താ മുഖക്ക് വല്ലാതിരിക്കുന്നേ? ചായ വേണോ അച്ഛാ? വേണ്ട മോളെ, ഞാനൊന്ന് കിടക്കട്ടെ, മോളെ ഇരുന്ന് പഠിച്ചോ. നവി സമ്മതിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. പിന്നെയും വായിക്കാൻ തുടങ്ങി. പുറകെ നീലക്കം കണ്ട് അവളൊന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവിടെ അച്ഛനെ കണ്ടതും ഒന്ന് ആശ്വസിച്ചു. പക്ഷെ അച്ഛൻ്റെ ആ ചുവന്ന കണ്ണുകൾ കണ്ടതും അവളുടെ ആശ്വാസം മാറി സംശയം നിറഞ്ഞു. എന്തോ അച്ഛാ, എൻ്റെ കണ്ണൊക്കെ എങ്ങനെ ആകരി വല്ലായ്മ പോലെ? ഞാൻ അമ്മയെ വിളിക്കാം. അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ എന്തിനോ വിറകൊണ്ടിരുന്നു. ചെന്നിയിൽ നിന്ന് വിറപ്പ് തുള്ളികൾ ഒഴുകുന്നതിനോടൊപ്പം ഒരു പേടി എന്തെന്നറിയാതെ അവൾ കടന്നുകൂടിയിരുന്നു. അച്ഛനെ മറികടന്നുകൊണ്ട് അവൾ ഹാളിലേക്ക് പോയി. ടേബിളിലിരിക്കുന്ന ഫോൺ എടുത്തതും അയാൾ അത് വാങ്ങി വലിച്ചെറിഞ്ഞു കഴിഞ്ഞിരുന്നു. മോളെ, ആദ്യമായി ആ വിളിയിൽ ഭയം അവളിലേക്ക് ആയിന്നിറങ്ങിയിരുന്നു. വാത്സല്യത്തിന് പകരം അയാളുടെ കണ്ണിൽ ആദ്യമായി അവൾ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ കണ്ടു. ഒന്ന് വിറച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് ചുവടുകൾ വെച്ച് നീങ്ങി. അടുത്ത വീടുകളൊന്നും ആരും തന്നെ ഇല്ലെന്നുള്ളത് ഓർമ്മ അവളെ കൂടുതൽ ഭയപ്പെടുത്തി. വാതിൽ തുറന്ന് ഓടാൻ ശ്രമിച്ച അവളെ അയാൾ മുടിയിൽ പിടിച്ച് വലിച്ചടിപ്പിച്ചു. അച്ഛ, വിടച്ച, ഞാൻ പൊക്കോട്ട്, പേടിയാവുന്നു. അയാളുടെ കൈക്കിടയിൽ കിടന്ന് പിടയുന്ന അവളെ അയാൾ ഒന്നുകൂടി തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. പേടിക്കേണ്ട മോളെ, അച്ഛനില്ലേ മോളുള്ള സ്നേഹം കൊണ്ടല്ലേ. നവി അവളുടെ കൈകൾ വിടിയിക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും വിറയൽ കാരണം അവളുടെ ശക്തി ചോർന്നു പോകുമെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. കൈകളിൽ ആഞ്ഞു കടിച്ചു പിടിവിട്ട് ഓടി അവളെ അയാൾ പെട്ടെന്ന് തന്നെ വീണ്ടും പിടികൂടിയിരുന്നു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാളുടെ കൈകരുത്തിന് മുന്നിൽ അവൾ പരാജയപ്പെട്ടു. ഒച്ച പുറത്തു വന്ന കുന്നുകളയും ഞാൻ. അവളെയും വലിച്ചു മുറിയിലേക്ക് കയറുമ്പോൾ അവൾ രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. എന്നാൽ അയാൾ മുടിക്കുത്തിൽ പിടിച്ച് ചുമരിലേക്ക് പലതവണ ആഞ്ഞിടിച്ചതും നെറ്റിലൂടെ ഒലിച്ചിരുന്ന രക്തത്തിനൊപ്പം അവളും തറയിലേക്ക് വീണിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴും അവൾ അയാളോട് യാചിച്ചു. എങ്കിലും അയാളിലെ മൃഗം അതൊന്നും കേട്ടിരുന്നില്ല. അബോധാവസ്ഥയിൽ തന്നിൽ അയാൾ ഏൽപ്പിക്കുന്ന മുറിവുകളും അയാളുടെ കൈകളുടെ ചലനങ്ങളും അവൾ അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ കൈകൾ ഉയർത്താൻ പോലും കഴിയാതെ അവളൊരു ജീവചവം പോലെ കിടക്കുമ്പോൾ അയാളുടെ കാമവറി താൻ ജന്മം കൊടുത്തവളിൽ തന്നെ ശമിപ്പിക്കുമ്പോഴുള്ള വ്യഗ്രതയിൽ ആയിരുന്നു അയാൾ. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ മുറിവുകളേറ്റു. രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തനിക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്ന അവൾ അറിഞ്ഞിരുന്നു. ഇടയ്ക്കെപ്പോഴോ അയാൾ അവളിൽ നിന്ന് വിട്ടുമാറി തൻ്റെ വസ്ത്രങ്ങൾ ഇട്ടെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗും ഫോണും എടുത്തു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വാതിൽ തുറന്നു അമ്പലത്തിലേക്കുള്ള വഴിയെ നടന്നു. മനസ്സിൽ പല കണക്കുകൂട്ടലും നടത്തിക്കൊണ്ട് അയാളുടെ സാന്നിധ്യം അകന്നു പോയതും പാടുപെട്ട ഒരു കൈ ഉയർത്തി ബെഡ്ഷീറ്റിൽ ബെഡ്ഷീറ്റ് വലിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടും എണീക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവൾക്ക് ശരീരം മുഴുവൻ വേദന കൊണ്ട് പുളഞ്ഞു പോയി. കമിഴ്ന്ന് കിടക്കുന്ന കൈകൾ കുത്തിയുയരാൻ ശ്രമിച്ചതും മുറിഞ്ഞ് നെറ്റിയിടിച്ചു. അവൾ ഒന്നുകൂടെ വീണു. മുറിവിൽ നിന്ന് രക്തമൊഴുകുമ്പോൾ അവളുടെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഇനി പറയുന്നത് നവിക്കറിയാത്ത കാര്യങ്ങൾ കൂടിയാണ്. എന്നാലും സംശയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അതുകൂടി പറയുന്നുണ്ട്. അമ്പലപ്പറമ്പിലെത്തിയ ഷാജി ദേവിയെ കണ്ടെത്തി. അവിടെ അല്പസമയം നിന്നു. സ്റ്റേഷനിൽ നിന്ന് നേരെ അമ്പലത്തിലേക്കാണ് വന്നതെന്നും അയാൾ പറഞ്ഞതും നവി വീട്ടിൽ ഒറ്റയ്ക്കാണെന്നും അയാൾ യാത്രക്ഷീണം കാണുമെന്ന് പറഞ്ഞ് ദേവിയും നവിയും ഷാജിക്കൊപ്പം വീട്ടിലേക്ക് നടന്നു. വീട്ടിന് മുന്നിൽ എത്തിയതും വന്നു നിർത്തിയ കാറിൽ അമലിനെ കണ്ടതും അവർ 3 പേരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു. ഇറങ്ങാൻ പറഞ്ഞെങ്കിലും അവൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ദേവി നവി അകത്തേക്ക് പോകുന്നത് കണ്ടതും അയാൾ കുടിലതയോടെ അമലിനോട് വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. അകത്തേക്ക് പോയ ദേവിയുടെ നിലവിളി കേട്ടതും ഒരു ഞെട്ടൽ മുഖത്ത് വരുത്തിക്കൊണ്ട് അയാൾ അകത്തേക്ക് ഓടി. അപ്രതീക്ഷിതമായി ദേവിനെ അവിടെ കണ്ടതും അയാളൊന്ന് അടങ്ങിപ്പോയെങ്കിലും ദേവൻ നവയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവളുടെ നെറ്റി മുറിഞ്ഞു എന്നാണ് അമലിന് തോന്നിയത്. ദേഷ്യത്തോടെ അമൽ ദേവനെ മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ മക്കളോട് സ്നേഹമുള്ള അച്ഛനായി അയാൾ തകർത്തു. ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്ക് ബോധം വന്നെങ്കിൽ
അവൾ ആരെയും കാണാൻ സമ്മതിച്ചില്ല. ആരും അറിയാതെ അകത്ത് കയറി അയാളെ കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചതും തൻ്റെ കൈകൾ കൊണ്ട് വാപൊത്തി. മിണ്ടാതെ കിടന്നോ, ഇല്ല തീരുന്നത് നിന്റെ അമ്മയായിരിക്കും. ഞാൻ പറഞ്ഞു വേണ്ടല്ലോ, അവളുടെ ഹൃദയം നിനക്ക് അറിയാൻ. തുറന്ന് പറഞ്ഞ അന്ന് തീരും അവൾ, ഇല്ല തീർക്കും ഞാൻ. പിന്നെ നിന്റെ അനിയത്തി, എൻ്റെ ഇളയ മകൾ നിവി, അവളും എനിക്ക് സ്വന്തമാകും. ഞാൻ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും വരില്ല, ഓർത്തു വെച്ചോ നീ. അവളോട് ക്രൂരതയോടെ സംസാരിച്ച അയാൾ പെട്ടെന്ന് തന്നെ സങ്കടം നിറഞ്ഞ മുഖവുമായി പുറത്തേക്കിറങ്ങി. അവളുടെ നിസ്സഹായാവസ്ഥയിൽ അയാൾ അനുസരിക്കാനേ കഴിഞ്ഞുള്ള അവൾക്ക്. ബാക്ക് ടു പ്രസന്റ്. കേട്ട വാക്കുകൾ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ദേവൻ. അപ്പോൾ അവന് ദേഹമാകെ തളരുന്ന പോലെ തോന്നി. നിവി പറഞ്ഞായിരുന്നു അവളുടെ അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ തന്നിലുള്ള നിവിയുടെ പിടി അഴിഞ്ഞിരുന്നു. നേരെയിരുന്നു. അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോൾ എന്തായിരുന്നു അവളുടെ ഭാവമെന്ന് അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് കണ്ണുകൾ നിറയ്ക്കുക കൂടെ ചെയ്യാതെ എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തൻ്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്നുള്ള ദേവൻ മുറുകെ കെട്ടിപ്പിടിച്ചു. ജന്മം കൊടുത്ത മകളെ തന്നെ നശിപ്പിച്ച അയാളുടെ ക്രൂരതയേക്കാൾ ആ നിമിഷം ദേവൻ നിറഞ്ഞു നിന്നത് നവി അനുഭവിച്ച യാതങ്ങളായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഏറെ വിശ്വസിച്ചിരുന്ന ഒരാളിൽ നിന്നും ഇങ്ങനെയൊരു ക്രൂരത. ദേവേട്ട, സിസ്റ്റർ വന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. എൻ്റെ നിവി മോള് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലപ്പോൾ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ചെയ്യാത്ത കുറ്റം. എൻ്റെ ദേവേട്ടൻ്റെ തലയിൽ എല്ലാവരും അടിച്ചേൽപ്പിച്ച കാര്യം. പേടിയായിരുന്നു എല്ലാവരെയും. എൻ്റെ നിവി മോള് വരെ കണ്ടത് പിന്നെയാ. വിട്ടില്ല ഞാൻ. പിന്നെ എൻ്റെ അടുത്തുനിന്ന് നടന്ന സംഭവങ്ങൾ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് അമ്മായി വന്ന് കല്യാണക്കാരൻ പറയുന്നത്. പക്ഷെ അതിലിങ്ങനൊരു ചതി നടന്നിരുന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എല്ലാം അറിഞ്ഞ ദേവേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ എന്നെ നേടാനുള്ള വാശിക്കാരനാണെന്ന് ഞാൻ കരുതിയത്. അയാളെപ്പോലെയാണ് എല്ലാ പുരുഷന്മാരും എന്ന് വിശ്വസിച്ചു പോയി ഞാൻ. പലതവണ നിർബന്ധിച്ചിട്ടും ഞാൻ സമ്മതിച്ചില്ല. വല്യച്ഛൻ എന്നെ പേച്ചവളെന്ന് പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ നിവി മോൾക്കും ഞാൻ ശാപാകുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന നിമിഷം ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്ന് എന്നെ കാണാൻ. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അയാൾ നിവി മോളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അയാളുടെ ഫോണിലുള്ള അവളുടെ ഒരു വീഡിയോ വരെ കാണിച്ചു. സമ്മതിച്ചില്ലെങ്കിൽ അത് പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. അവളെയും അയാൾ വെറുതെ വിടില്ലല്ലോ. എൻ്റെ വിധി അവൾക്ക് വരുതെന്ന് വിചാരിച്ചു. എനിക്ക് അയാൾ അനുസരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇനി അയാളെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ആരും കാണാതെ കല്യാണത്തലേന്ന് ആ ഫോൺ കൈക്കലാക്കി നോക്കുമ്പോൾ നിവി മാത്രമല്ലായിരുന്നു, അതിൽ സഹോദരിയുടെയും മക്കളുടെയും സ്ഥാനത്തുള്ള പലരുണ്ടായിരുന്നു. എനിക്കറിയാത്ത സ്ത്രീകളും. പിന്നെ എൻ്റെ നീതുമോളും. വെറുതെ വിട്ടില്ല ദേവേട്ട അയാൾ ആരെയും. തൻ്റെ നെഞ്ചിൽ കിടന്ന് അത്രയും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി അവളുടെ കണ്ണുനീർ കൊണ്ട് അവൻ്റെ നെഞ്ച് ചുട്ടുപൊള്ളി. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കൂട്ടിവെച്ച പക മുഴുവൻ 1000 മടങ്ങായി അവനിൽ തിങ്ങി നിറഞ്ഞു. നിവിയുടെ കൈകൾ അവനിൽ കൂടുതൽ മുറുകിയതും അവൻ്റെ കൈകൾ അലിവോട് അവളെ തലോടി. ആ കുഞ്ഞ്, അയാളെപ്പോൾ ഒരാളുടെ കുഞ്ഞിനെ കൂടെ എൻ്റെ ദേവേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമായിരുന്നില്ല. വളർന്നാൽ അയാളെ ചൂണ്ടി ഞാൻ അച്ഛനെന്നാണോ അപ്പൂപ്പനെന്നാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ആ കുഞ്ഞിനെ കൊണ്ട് നശിപ്പിച്ച് ഞാൻ ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ദേവേട്ട. അറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയോട് മിണ്ടിയിട്ടില്ല. ആ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എനിക്ക്. നശിപ്പിച്ച് കളഞ്ഞ എൻ്റെ എല്ലാ ബന്ധങ്ങളും. എല്ലാം തുറന്നു പറയുമ്പോഴും പൊട്ടിക്കരയുമ്പോഴും അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ തീരുന്നില്ലെന്ന് ദേവിന് മനസ്സിലായി. എങ്കിലും അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഒന്നും മിണ്ടാതെ ഏറെ നേരം അവർ അങ്ങനെ തന്നെ ഇരുന്നു. അവനോട് ചേർന്നിരിക്കുമ്പോൾ അവൾക്കൊത്തിരി ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി. ഏറെ നേരത്തെ മൗനം അവസാനിപ്പിച്ചുകൊണ്ട് നവി അവൽ നിന്ന് അടർന്നു മാറി. ദേവേട്ട, ഞാൻ അമ്മയുടെ അടുത്തേക്ക് പൊക്കോട്ടെ. എൻ്റെ അമ്മയല്ല എന്നിൽ നിന്ന് അകറ്റിയുള്ളൂ. പകരം എനിക്കിവിടെ 2 അമ്മമാരെ കിട്ടിയില്ലേ. പൊക്കോട്ടെ ഞാൻ. നവി എന്നിട്ട് മുന്നോട്ട് നടന്നു. പിന്നെ തിരിച്ചു വന്ന് ദേവിന് മുഖം കയ്യിലെടുത്തു. എല്ലാം മറക്കാൻ എനിക്ക് പറ്റും. എൻ്റെ ദേവട്ടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല. ഇനി ഞാൻ മാത്രമല്ല, എൻ്റെ നിവിയും ഈ കൈകൾ സുരക്ഷിതമായിരിക്കും. ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഒരു പോറിൽ പോലും വീഴാതെ ഞാൻ കാവൽ നിന്നോളാം. ജീവിതകാലം മുഴുവൻ നിവിയും നീതും
നമുക്ക് ഒരുപോലെയല്ലേ? ദൃഷ്ടി പോയി നിങ്ങളുടെ മേലെ പതിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനോടകം യമുന പറഞ്ഞു. ആകെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. ദേവൻ റൂമിൽ ഒറ്റയ്ക്കാണെന്ന് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. ദേവ, ആകി, അവള്, അയാൾ അച്ഛനെന്ന് വിളിച്ചെത്ര സ്നേഹിച്ചതാണ് അവള്. എങ്ങനെ കഴിഞ്ഞു അയാൾക്ക്? അയാൾ വളർത്തിയ മക്കളില്ലടാ. എങ്ങനെ ഇത്രയും ക്രൂരനാകാൻ കഴിയുന്നു? അച്ഛനെന്ന് വിളിക്കാനുള്ള യോഗ്യത ഇല്ലടാ അയാൾക്ക്. നീ തകർന്നു പോയടാ ദേവ. പിന്നെ ആരാടാ അവൾക്കുള്ളത്? അറിയില്ലടാ. പെട്ടെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ടുപിടിക്കാൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ കൺമുന്നിലുണ്ടായിരുന്നിട്ട് കൂടി മനസ്സിലാക്കിയില്ലല്ലോ ഞാൻ. അയാളുടെ കണ്ണുനീർ കണ്ട് ഞാൻ എത്രയോ വേദനിച്ചെന്നു. പക്ഷെ എൻ്റെ നവി ആരോടും പറയാൻ കഴിയാതെ ഓരോ ദിവസവും അയാളുടെ ഭീഷണി അനുസരിച്ച് എങ്ങനെയാണ് അവൾ പിടിച്ചു എന്നത്. ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ആലോചിക്കണം ദേവ. കൊല്ലണം, ഇഞ്ചിഞ്ചായി കൊല്ലണം. പാഴാക്കുന്ന ഓരോ നിമിഷവും ഓരോ പെൺകുട്ടിയും ജീവിതം തകരും. എത്രയും പെട്ടെന്ന് പോകണം എനിക്ക്. അവിടെ കോയമ്പത്തൂർ, അവിടെ വെച്ച് തീർക്കണം അയാളെ. ഞാനും വരുന്നടാ. അവളെൻ്റെ പെങ്ങളല്ലടാ. നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, നീ റെഡിയാകും. പറഞ്ഞു നിൽക്കുമ്പോഴാണ് നവി അവിടേക്ക് കയറി വന്നത്. ദേവേട്ട, എവിടെ പോവാ? ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് വരാം. വേണ്ട, എന്നെ വിട്ട് പോകണ്ട. എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരുന്നാൽ മതി. ദേവൻ കൂടുതലൊന്നും പറയാതെ അഗിയോട് കണ്ണ് കാണിച്ച് നവിയെ പിടിച്ച് ബെഡിലിരുത്തി. അവൾ അവനെ വിടാതെ മുറുകെ പിടിച്ചിരുന്നപ്പോൾ അഗി പുറത്തേക്ക് ഇറങ്ങി. ആളിലിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി നീതു കയറി വന്നത്. എന്താടി പെട്ടെന്നൊരു വരവ്? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നിന്നൊരു ക്ലാസ് കളഞ്ഞ് വരരുതെന്ന് പറഞ്ഞല്ലേ? ഇന്ന് നല്ല സ്ട്രൈക്കാണ് ഏട്ടാ, അതിലെ ഞാൻ പോണത്. എന്നിട്ട് നിവി വന്നില്ലേ? ദേവി വീട്ടിൽ നിന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ അവൾ എവിടേക്കാണ് പോയത്? ഇന്ന് ഉച്ചയ്ക്ക് അച്ഛൻ വരുമെന്ന് പറഞ്ഞു. 11 മണിയുടെ ബസ്സിൽ അവൾ പോയി കിടക്കും. ഞാൻ കുറച്ച് റെക്കോർഡുള്ളത് കൊണ്ട് 4 വരെ അതിൽ പണിയായിരുന്നു. അവൾ അവിടെ എത്തിക്കാണും. നിവി അവിടെ അച്ഛൻ്റെ ഒപ്പാണോ? അതേന്ന്. അമ്മ ചിറ്റയ്ക്ക് പോയത് അവിടെയാണ്. ആകെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഫോണിൽ നിവിയെ ട്രൈ ചെയ്തെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു അവളുടെ ഫോൺ. കിട്ടുന്നില്ലല്ലോ. നീ അവളെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്ക്. കിട്ടിയാൽ അവളോട് ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ പറ. മോനെ, എൻ്റെ കുഞ്ഞിനാൾ എന്തെങ്കിലും ചെയ്തു കാണോ? ഇല്ലമ്മേ. ആകെ ഒട്ടും പായാക്കാതെ മുകളിലേക്ക് ഓടി ദേവനെ കാണാൻ. ദേവ, നിവി അവൾ വീട്ടിലേക്ക് പോയെന്ന്. അവിടെ അയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ.